കാലം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സംഭവം അവൻ നമ്മുടെ കണക്കുകൾ, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചവൻ്റെ, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചവൻ്റെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഉപദ്രവം നൽകിയവൻ്റെ കണക്കുകൾ കാലം സൂക്ഷിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആ കാലം അവനുള്ള മറുപടി കൊടുത്തോളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദുഷ്പ്രവർത്തിക്കും കാലം മറുപടി കൊടുക്കാതെ വിട്ടിട്ടില്ല. അവൻ രാജാവായി ജീവിച്ചാലും നിന്നെ ഉപദ്രവിച്ചവൻ, അവൻ രാജാവല്ല മഹാരാജാവായി ജീവിച്ചാലും ചത്തു കഴിഞ്ഞ അവൻ്റെ ശരീരത്തിൽ ഒന്നുകിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലാവും, അല്ലെങ്കിൽ ശരീരം പുഴുവരിച്ച് തിന്നുപോകും. മനസ്സിലായില്ലേ? എത്ര കാലം ഇതും കൊണ്ട് ജീവിക്കാൻ പറ്റും? ഈ സാധനം പേറിക്കൊണ്ട് എത്ര കാലം നടക്കാൻ പറ്റും? അതിനൊരു പരിധിയില്ലേ? അപ്പോ ആ പ്രതികാരത്തിന്റെ പുറകെ പോയി നമ്മുടെ ജീവിതം നശിപ്പിക്കാതെ നല്ലതിന്റെ പുറകെ മാക്സിമം പോവാൻ നോക്കുക. പ്രതികാരം വിടുക. എല്ലാവർക്കും മസിൽ പവറും മണി പവറൊക്കെ വെച്ച് പ്രതികാരം ചെയ്യാൻ പറ്റും. എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണത്. ചിലത് സക്സസ് ആവാം, ചിലത് സക്സസ് ആവാതിരിക്കാം. പക്ഷെ പ്രതികാരം, വെറുപ്പ്, ഈർഷ്യ, അതൊക്കെ എന്താ പറയുക, ടൈം പാസ്സായിട്ട് ചെയ്യുന്നവരൊക്കെ. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് അത് കൊണ്ടുവന്ന് ആ പ്രതികാരത്തിനെയും ആ ഈർഷ്യയ്ക്കും, അല്ലെങ്കിൽ ആ ഒരു റിവഞ്ച് ചെയ്യാനുള്ള ആ ഒരു വ്യഗ്രത, അതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിലേക്കിട്ട് നമ്മളോട് തന്നെയാണ് ചില സമയത്ത് അത് റിവഞ്ചായിട്ട് നമ്മളെ തന്നെയാണ് അത് തിരിച്ചു വരുന്നത്. എന്ത് ചെറ്റത്തരം നമ്മളോട് ചെയ്താലും പ്രതിരോധിക്കാം. ഞാൻ പ്രതിരോധിക്കരുത് എന്നല്ല പറയുന്നത്, പ്രതിരോധിക്കണം തീർച്ചയായിട്ടും. അല്ല ഞാൻ പറയുന്നത്, അതിന് പ്രതികാരം ചെയ്യരുത്. പ്രതികാരവും പ്രതിരോധവും രണ്ട് വാക്കുകളും കേൾക്കാൻ ഏകദേശം ഒരുപോലെ ഉണ്ടെങ്കിലും രണ്ടും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പ്രതിരോധിച്ചോളൂ, ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. പ്രതികാരം ചെയ്യുന്നത് നമ്മൾ ചെയ്തില്ലെങ്കിലും കാലം പ്രതികാരം ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്.